രാവിലെ ഏട്ടൻ്റെ വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാട്ടോ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നതേ. അങ്ങനെ പിന്നെ മഴയൊക്കെ തുറന്ന ശേഷം ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. ഭാരതപ്പുഴയിലേക്ക് നല്ല തോതിൽ തന്നെ വെള്ളമൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നേ. നല്ല മഴയില്ലേ. പോകുന്ന വഴി ചെറുതുരുത്തി എത്തിയപ്പം നല്ല ചൂട് എണ്ണക്കടികളൊക്കെ വറുത്തിരുന്നൊരു കട ഉണ്ട് കേട്ടോ. അവിടുന്ന് അതുമൊക്കെ വാങ്ങിയ ശേഷം ഓപ്പോസിറ്റുള്ള ഫിഷ് മാർക്കറ്റിലേക്ക് പോയേ. അവിടുന്ന് കുറച്ച് മീനൊക്കെ ഇങ്ങ് വാങ്ങിയേ. മഴയായതുകൊണ്ടും കണ്ടെയ്നർ മറിഞ്ഞതുകൊണ്ടൊക്കെ ആവാം മീനിന് ഭയങ്കര വിലയായിരുന്നേ. അങ്ങനെ ഞങ്ങളിതാ മുള്ളൂർക്കര എത്തിയേ. നമ്മുടെ തോടൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അതങ്ങോട്ട് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ജിത്തുവിന് കുറേ നേരം ഇനി അവിടെ നിൽക്കണം, ചൂണ്ടയിടണം എന്നൊക്കെ പറഞ്ഞ് ബഹളമായി കേട്ടോ. പിന്നെ കുറച്ച് നേരം അവനെയും കൊണ്ട് അവിടെയൊക്കെ നിന്ന ശേഷം ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. ആദ്യം ഓടിപ്പോയത് കിണർ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കിണറിന്റെ ഭാഗോളം വെള്ളമായിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്കും അമ്മ ഓടിപ്പോയി ചൂടോടെ ചായയൊക്കെ ഉണ്ടായിക്കൊണ്ട് വന്നേ. പിന്നെ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന എണ്ണക്കടികളൊക്കെ ആയിട്ട് അങ്ങനെ ചായയൊക്കെ കുടിച്ചു കേട്ടോ. എല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് മീനും ഒക്കെ വറുത്ത് ചോറും ഒക്കെ കഴിച്ച ശേഷം കുറച്ച് നേരം റെസ്റ്റും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ വീട്ടിൽ നിന്ന് തിരിച്ച് ടാറ്റയൊക്കെ പറഞ്ഞിറങ്ങി. അവിടെ നമ്മൾ പിള്ളേർക്ക് ചെരുപ്പൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സ്ഥിരം നമ്മൾ ഷൊർണൂർ വരുന്ന കടയിലേക്ക് തന്നെ കേട്ടോ വന്നത്. സ്കൂളൊക്കെ തുറക്കാറായതുകൊണ്ടാവും നിറയെ ചെരുപ്പിന്റെയും ബാഗിന്റെ ഒക്കെ കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിള്ളേർ അവർക്ക് ഇഷ്ടപ്പെട്ട 2 ചെരുപ്പൊക്കെ എങ്ങോട്ട് എടുത്ത് അങ്ങനെ ബില്ലും ഒക്കെ പേ ചെയ്ത് സാധനമൊക്കെ വാങ്ങി നമ്മൾ തിരിച്ചു വരുന്ന വഴിക്കാണ് കേട്ടോ മരമൊക്കെ ഒടിഞ്ഞു വീണിട്ട് ഫുള്ള് പോസ്റ്റും ലൈൻ കമ്പിയും ഒക്കെ പൊട്ടിക്കിടക്കുന്നത് കണ്ടതേ. എന്തോ ഭാഗ്യത്തിന് നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വീട്ടിലേക്ക് എത്തി. അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.